നമ്മുടെ ഡോക്ടർ മരുന്നെഴുതുന്ന തുണ്ടുകളാണ്. ഈ അയാളെ ഫീസും ആ മരുന്നിൻ്റെ വിലയും എല്ലാം കൂടെ ചേർത്ത് അയാളൊരു തുക പറയുന്നത് ഇതാണ്ട് ഇത് വേണ്ടുന്ന ആട്ടോക്കാർക്കുള്ള നമ്പറാണ്. ഈ നമ്പറിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. ഏരൂർ പഞ്ചായത്ത് പ്രദേശത്തെ ക്ഷീരകർഷകരിൽ നിന്നും മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ അമിതമായ കൂലി വാങ്ങുന്നതായി വ്യാപക പരാതി ഉയരുന്നു. രോഗം വന്ന പശുക്കളെ ചികിത്സിക്കുന്നതിനോ ഹീറ്റായ പശുക്കളെ ബീജം കുത്തിവെക്കുന്നതിനോ വേണ്ടി മൃഗാശുപത്രിയിലെ ഡോക്ടറെയോ മറ്റു ജീവനക്കാരെയോ സമീപിക്കുമ്പോൾ കർഷകരിൽ നിന്നും വാഹനക്കൂലി ഇനത്തിലും ജീവനക്കാരുടെ അനധികൃത ഫീസായും വൻ തുകയാണ് കർഷകരിൽ നിന്നും ഇവർ ചോദിച്ചു വാങ്ങുന്നതെന്നാണ് കർഷകർ പറയുന്നത്. എൻ്റെ പേര് നാസറാണ്. ഞാൻ ഈ പാങ്ങപ്പാറത്തടം ഒരു ഫാം നടത്തിക്കൊണ്ടിരിക്കുക. 2 വർഷത്തിന് മുന്നേ തുടങ്ങിയതായിരുന്നു. പക്ഷേ ഇത് 1.5 വർഷം കൊണ്ട് നിർത്തേണ്ട വന്നു. 1.5 വർഷം മുമ്പേ അത് നിർത്തിയിരുന്നു. കാര്യം അന്ന് ഈ മണിമോഹൻ ഡോക്ടർ എന്ന് പറയുന്ന കക്ഷിയായിരുന്നു അവിടെ ചികിത്സിക്കാൻ വന്നിരുന്നത്. ഒരു 2 മാസം കൊണ്ട് 19,000 രൂപയോളം കക്ഷിക്ക് തന്നെ ചികിത്സാ ചിലവായിട്ട് ഞാൻ കൊടുത്തു. അതിന് 4-5 പശുക്കൾ മരിച്ചു, ചത്തുപോയി. അത് കഴിഞ്ഞ് ആ ഫാം ഞാൻ നിർത്തിയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 മാസത്തിന് മുന്നേ വേറൊരു കക്ഷിയും കൂടെ പൈസ സഹായിച്ച് വീണ്ടും 10-20 പശുവായിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഡോക്ടർ തന്നെയാണ് ഒന്ന് ചികിത്സിക്കാൻ വരുന്നത്. ഈ 3 മാസം കൊണ്ട് വീണ്ടും 19,000 രൂപ, അതും കക്ഷിയുടെ അക്കൗണ്ടിലല്ല ഇപ്പോൾ കൊടുക്കുന്നത്. വിളിച്ചുകൊണ്ട് വരുന്ന ആട്ടോക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ പൈസ, അല്ലെങ്കിൽ ക്യാഷായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആട്ടോക്കാർക്കുള്ള അക്കൗണ്ടിൽ കൊടുക്കണം പൈസ. അങ്ങനെ പോയി ഇപ്പോൾ മരുന്നിൻ്റെ ബില്ല് ചോദിച്ചപ്പോഴാണ് വീണ്ടും പ്രശ്നമായത്. മരുന്നിൻ്റെ ബില്ല് ചോദിച്ചപ്പോൾ ഞാൻ സാധനങ്ങൾ മൊത്തമായിട്ട് എടുത്തു വെച്ചേക്കുവാണ്, ഇനി ബില്ല് തരാൻ ഒക്കത്തില്ല, നിങ്ങൾ വേറെ ആളെ വിളിയെങ്കിൽ എന്ന് ചോദിച്ചാണ് പ്രശ്നം വന്നത്. അപ്പോൾ കക്ഷി എടുത്ത നമ്പർ മരുന്ന് തന്നെ ഞാൻ അഞ്ചൽ പോയി ബില്ലടിച്ചപ്പോഴത്തേക്ക് 520 രൂപയാണ് ബില്ല് വരുന്നത്. 15 ദിവസം ഇയാൾ 1000 രൂപ വെച്ചാൽ എൻ്റെ കയ്യിൽ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത് ഇനി എന്നെ വിളിക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു പഞ്ചായത്തിലാകെയുള്ള ഒരു ഡോക്ടറേ ഉള്ളൂ, ഈ ഡോക്ടറിനെ അല്ലാതെ നമുക്ക് വേറെ ആളെ ഡോക്ടർ ഇവിടെ ഇല്ല. അപ്പോൾ ഇത് പേടിച്ചിട്ടാണ് ഈ ഇത്രയും കർഷകർ, ക്ഷീര കർഷകർ ഈ പഞ്ചായത്തുള്ളവരാരും ഇയാളെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാതിരിക്കുന്നത്. കാര്യം വെച്ചാൽ മറ്റൊരു ഡോക്ടറില്ല. ഇയാൾ ഇങ്ങനെ ഒരു പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ഇനി വരത്തില്ലെന്ന് പറയും. പശുക്കൾ വീണു, അപ്പോൾ എൻ്റെ പശുക്കൾ വീണ് കിടക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ജില്ലാ വെറ്ററിനറി ഓഫീസറെ വിളിച്ച് ഞാൻ പരാതി പറഞ്ഞു. അങ്ങനെ മെനഞ്ഞാൽ അവർ ഡോക്ടറെ പറഞ്ഞു വിട്ട് ആ ഒരു കണ്ടീഷനിൽ നിൽക്കുവാണ് ഞാൻ. നമ്മുടെ ഡോക്ടർ മരുന്നെഴുതുന്ന തുണ്ടുകളാണ്. ഈ മരുന്ന് കൊണ്ടുവന്ന് കുത്തിവെച്ചതിന് ശേഷം അയാളെ ഫീസും ആ മരുന്നിൻ്റെ വിലയും എല്ലാം കൂടെ ചേർത്ത് അയാളൊരു തുക പറയുന്നത് ഇതാണ്ട് ഇത് വേണ്ടുന്ന ആട്ടോക്കാർക്കുള്ള നമ്പറാണ്. ഈ നമ്പറിലോട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്. ആണ്ട് ഇതേപോലെയാണ് ഉണ്ട്, വീണ്ടും നമ്പർ എഴുതിയിട്ടുണ്ട്. ആണ്ട് ഈ നമ്പറിലോട്ടാണ് പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. കക്ഷിക്ക് അല്ലെങ്കിൽ കാശ് കയ്യിൽ കൊടുക്കണം. കാശ് കൊടുത്തില്ല എങ്കിൽ ഈ വരുന്ന ആട്ടോക്കാർക്കുള്ള നമ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം, അവർ മേടിക്കും. അതും നമ്മളവിടെ വരുന്നതെന്ന് വെച്ചാൽ ആട്ടോക്കൂലി 200 രൂപയേ ഉള്ളൂ, പക്ഷെ 300 വെച്ച് കൊടുത്തേ വരത്തുള്ളൂ. വേണ്ട രഞ്ജി ആ നമ്പറാണ് രഞ്ജിത്. ആണ്ട 2500 1100 ഉണ്ട്. ഇനി ബാക്കി ഞാൻ എടുത്ത് കാണിക്കാം അടുത്ത നമ്പറിലോട്ടുള്ള. വേണ്ട നമ്പറിൽ തന്നെ വേണ്ട അല്ല, വേണ്ട ഈ നമ്പർ വേണ്ട, ഈ നമ്പറാണത്. വേണ്ട വേണ്ട അതേ നമ്പറാണ് 168 വേണ്ട 881 വേണ്ട. ഈ പൈസ എല്ലാം ആ നമ്പറിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതുവരെ ഒരു 3 മാസം, ഇപ്പം രണ്ടാമത് റീസ്റ്റാർട്ട് ഞാൻ ഈ ഫാം തുടങ്ങിയിട്ട് 20 പശുവായിട്ട് തുടങ്ങിയിട്ട് 3 മാസമേ ആയുള്ളൂ. ഈ 3 മാസത്തിനിടയ്ക്ക് വേണ്ടി ഒരു 80,000 രൂപയോളം, അതിൽ കൂടുതലേ ഉള്ളൂ. അത് ഉദ്ദേശക്കണക്ക് ഞാൻ പറയുന്നത് 80,000 രൂപ എന്നുള്ളത്. 80,000 ഉള്ളത് ഈ പലർക്കുള്ള ആട്ടോക്കാർക്കുള്ള നമ്പറിലും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് കാശായിട്ടും കൈ കൊടുക്കുന്നത്. ഈ 4,000 രൂപ ക്യാഷായി കൊടുത്തതിൻ്റെ അന്ന് തന്നെയാണ് ഈ 2,500 രൂപ വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തേക്കുന്നത്, പൈസ തികയാഞ്ഞിട്ട്. മൃഗാശുപത്രി ഒരൊറ്റ മരുന്ന് കൊണ്ടുവന്ന് കക്ഷി ഒരു പശുവിനും കുത്തിവെക്കത്തില്ല. ഏത് മരുന്ന് കുത്തിവെച്ചിട്ടുണ്ടെങ്കിലും അതിന് പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കക്ഷിയെ വിളിക്കണ്ടെന്നാണ് പറയുന്നത്. സാറിന് ഒരു കാര്യം ചെയ്യും, മരിയത്തിലോട്ട് വിളിച്ചു പറ, ഞാൻ ഓട്ടോക്കാരനാണെങ്കിൽ വിട്ടിട്ട് അവിടെ നിന്ന് എടുപ്പിക്കാം. ഇവര് ബില്ലൊന്നും തരാൻ പറ്റില്ലെന്ന് പറയുന്നു. ആര്? ഇവരത് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നവര്. അവർക്കൊന്നും ബില്ല് കൊടുക്കത്തില്ലെന്നോ? അവർക്ക് ഈ മൊത്തത്തിൽ കൊടുക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ പുണ്ടൂരിന്നാ വാങ്ങിക്കുന്നത്. ഞാൻ മൊത്തത്തിൽ എടുത്തു വെക്കുക, അതാ എടുത്തു വെച്ചിട്ടാ കൊടുക്കുന്നത്. ഓ അങ്ങനെ. ഇൻഷുറൻസ് എടുക്കാനായാലും കൊണ്ടുവന്നാൽ നമ്മൾ പൈസ കൊടുത്തേ വെക്കും. ഒരു ആട്ടോക്കാരനെ കൊണ്ട് വരും, ആട്ടോക്കാരനും പൈസ കൊടുത്തേ വെക്കും. ഓരോ പടിയായിരുന്നു ചോദിച്ചു മേടിക്കും. ചോദിക്കും.
പുനലൂരിൽ നിന്ന് വെറ്റിനറി ഡോക്ടറെ കുത്തിവെക്കാൻ വിളിച്ചാൽ 300 രൂപ കൊടുത്താൽ 250 രൂപ എടുത്തുകൊണ്ട് ബാലൻസ് 50 രൂപയും തരും. ഇത് മതിയെന്ന് പറയും. പക്ഷേ ഏറെ ഡോക്ടർ അങ്ങനല്ല, ചോദിച്ചാൽ വാങ്ങിക്കണേ. 500 രൂപ എല്ലാ പ്രാവശ്യവും കൊടുക്കും. 5-6 പ്രാവശ്യം കുത്തിവെച്ചത്. ഇപ്പം കുത്തിവെച്ചിട്ടുണ്ട്. നല്ല 500 രൂപ വീതം കൊടുക്കും. പിന്നെ ഒരു പ്രാവശ്യം മരുന്നിന് വയറ് കഴിയും, അന്നേരം കൊടുക്കാൻ. ഈ വിവരം ഏതാനും കർഷകർ ആർച്ചൽ ക്ഷീരസംഘം പ്രസിഡന്റിനോട് പരാതിപ്പെടുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ക്ഷീരോത്പാദക സംഘത്തിൽ നടന്ന ക്ഷീരകർഷക ബോണസ് വിതരണ പരിപാടിക്കെത്തിയ PS സുബാൽ MLAയോട് സംഘം പ്രസിഡന്റ് ക്ഷീരകർഷകരുടെ പരാതി അറിയിക്കുകയുണ്ടായി. കർഷകരുടെ പരാതിയിന്മേൽ അന്വേഷണം നടത്തുമെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും MLA ഉറപ്പു നൽകി. ഈ ഏരൂർ പഞ്ചായത്തിലെ ക്ഷീരകർഷകരെ സംബന്ധിച്ച് വലിയ പരാതികൾ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് ക്ഷീരസംഘവുമായി ബന്ധപ്പെട്ട് ആർത്തലെ ക്ഷീരസംഘത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മുടെ ക്ഷീരസംഘത്തിലെ അംഗങ്ങൾ വലിയ പരാതിയാണ് ഇവിടുത്തെ മൃഗഡോക്ടറെ പഞ്ചായത്തിലെ മൃഗഡോക്ടറെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഒരു പ്രശ്നമാണ്. പരാതി, രേഖാമൂലമായ പരാതി സംഘം പ്രസിഡന്റ് എന്ന നിലയിൽ സംഘത്തിന് തന്നിട്ടുണ്ട്. ആ പരാതി ഞങ്ങളത് മുകളിലോട്ട് കൊടുക്കാൻ തീരുമാനിച്ച് ബന്ധപ്പെട്ട ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഓഫീസർക്കും മിനിസ്റ്റർക്കടക്കം ആ പരാതി കൊടുക്കാനും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ളൊരു പരിശ്രമമാണ്. ക്ഷീരകർഷകർ പുതുതായി രംഗത്തേക്ക് വരുന്നവരെല്ലാം തന്നെ ഇത് വിട്ടുപോവുകയാണ്. ഇത് കാലാകാലങ്ങളായി ഈ പശുവിനെ വളർത്തി ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യനാണ് ഇനിയും ഇതിനകത്ത് അവശേഷിക്കുന്നത്. അവരെല്ലാം വലിയ ദുരിതത്തിലാണ്. ഒരു ഡോക്ടർ വീട്ടിൽ വന്നാൽ, അതിപ്പോൾ ഏരു പഞ്ചായത്തിലെ ഡോക്ടർ മാത്രമല്ല, ഒരു ഡോക്ടർ വീട്ടിൽ വന്നാൽ അവർ വരുന്നതിൻ്റെ വണ്ടിക്കൂലിയുടെ പൈസ, അവർ വരുന്ന ഓരോ പശുവിനും 500-1000 രൂപ വെച്ചിട്ട് അവർ കൂലി, അവരുടെ വേതനം മേടിക്കുകയാണ്. സർക്കാർ 10,000-കണക്കിന് ഒരു മൃഗഡോക്ടറെ സംബന്ധിച്ച് ഗസറ്റ് ഓഫീസറാണ്, വലിയ ശമ്പളം കൈപ്പറ്റുന്നവരാണ്. ആ ശമ്പളം കൈപ്പറ്റുന്നവർ ഈ പാവപ്പെട്ട ഭക്ഷണിക്കാരായിട്ടുള്ള ഈ ആളുകളിൽ നിന്ന് ഇങ്ങനെ പൈസ മേടിക്കുന്നത് വലിയ അനീതിയാണ്. ഇത് മൃഗസംരക്ഷണ മേഖലയിൽ, ക്ഷീരമേഖലയിൽ വലിയ പ്രതിസന്ധി കേരളത്തിലെമ്പാടും കൊണ്ടിരിക്കുകയാണ്. വളരെ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഇടപെട്ട് ഇക്കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കാനും ഇത്തരത്തിൽ പൈസ മേടിക്കുന്ന ഈ മൃഗഡോക്ടർമാരെ നടപടിയെടുത്ത് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായക്കാര്യത്തിൽ. ഇവിടെ മൃഗാശുപത്രിയിൽ പഞ്ചായത്ത് കാലാകാലങ്ങളിൽ പദ്ധതിയിൽ പൈസ വെച്ചിട്ട് ആവശ്യത്തിന് മരുന്നെല്ലാം വാങ്ങിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ മരുന്നെല്ലാം ഈ ഡോക്ടർ തന്നെ കർഷകർക്ക് കൊണ്ട് കൊടുത്തിട്ട് പൈസയും കൂടെ വാങ്ങുന്നുള്ള നിലയിലാണ് കർഷകരിപ്പോൾ പറയുന്നത്. അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങളെന്ന് പഞ്ചായത്ത് അക്കാര്യത്തിൽ അന്വേഷണം നടത്തി അതിനാവശ്യമായ നടപടിയെടുക്കണമെന്നാണ് പഞ്ചായത്തിൻ്റെ അധികാരികളെന്ന നിലയിൽ അവരോട് പറയാനുള്ളത്. ഏരൂർ മൃഗാശുപത്രിയിലെ വെറ്റിനറി സർജനെ പറ്റി നേരത്തെയും പരാതി ഉയർന്നിട്ടുള്ളതാണ്. ആശുപത്രിയിൽ സൗജന്യമായി വിതരണം ചെയ്യേണ്ടതായ മരുന്നുകൾ വിലയ്ക്ക് വാങ്ങിയതാണെന്ന് കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് അമിത ചാർജ് ഈടാക്കുന്നതും പതിവാണത്രേ. ഏതാനും ദിവസം മുമ്പ് ഇടമുളക്കൽ പഞ്ചായത്തിലെ മധുരപ്പയിൽ സാമൂഹ്യ വിരുദ്ധൻ വെട്ടിമുറിവേൽപ്പിച്ച പശുവിനെ ചികിത്സിക്കാനെത്തിയപ്പോൾ നിയമപരമായി വീട്ടുടമ നൽകേണ്ടതായ തുകയുടെ 3 ഇരട്ടിയോളം തുക വൃദ്ധരും അംഗപരിമിതരുമായ ദമ്പതികളിൽ നിന്നും നിർബന്ധപൂർവ്വം വാങ്ങുകയുണ്ടായെന്നും പരാതിയുണ്ട്. ഈ പശു അടുത്ത ദിവസം ചത്തതിനാൽ അതിനെ പോസ്റ്റ്മോർട്ടം നടത്താൻ വിളിച്ചപ്പോൾ ഡോക്ടർ ചെല്ലാൻ കൂട്ടാക്കിയില്ലെന്നും പറയപ്പെടുന്നു. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഇത്തരം പ്രവൃത്തി മൂലം ഏതാനും ക്ഷീരകർഷകർ പശു വളർത്തൽ ഇതിനകം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കർഷകരെ ദ്രോഹിക്കുന്ന ഇത്തരം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാരാണെന്നും കർശന നിയമ നടപടി ഉണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ, ഏരൂർ.